ഞാൻ കാണിക്കുന്ന റെസിപ്പി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പൊ ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് വെട്ടുന്നത്. അപ്പൊ ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് വെട്ടുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കുന്നതിനായിട്ട് കുറച്ച് കടുകും അതിന്റെ കൂട്ടത്തിൽ ഞാനൊരു വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് വെണ്ടയ്ക്ക പല രീതി അരിയാം. ചിലർ നീളത്തിലരിയും. ഞാൻ അതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു പച്ചമുളകും ഇതിന്റെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ മുളക് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഒന്ന് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കടുകും അതേപോലെ നമ്മുടെ മുളകും ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകും ഇതിലേക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വെണ്ടയ്ക്ക മൂക്കാൻ കുറച്ച് സമയം എടുക്കും വയലാനായിട്ട്. അപ്പൊ ഒന്ന് വയണ്ട് വരുന്നത് വരാൻ വേണ്ടി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ടൈമിൽ നമുക്ക് ഒരു 100 ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് വീണ്ടും ഇടാം. അപ്പം ഇതിന് പാകമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടപ്പ് വെച്ച് നമുക്ക് അടച്ചു വെക്കാം. കാരണം നന്നായിട്ടൊന്ന് വേവണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് വെന്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഉള്ളി സവാളയും അതേപോലെ തന്നെ ഞാനൊരു തക്കാളിയും എടുത്തിട്ടുണ്ട്. തക്കാളി ഓപ്ഷനിലാണ്. ഇഷ്ടമുള്ളവർക്ക് എടുത്താൽ മതി. തക്കാളി ഇടണോ നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഇടാതെ നമുക്ക് ചെയ്യാം. നന്നായിട്ട് മിക്സ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒന്ന് വഴണ്ട് വരാനായിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. അതെ നമ്മുടെ വെണ്ടയ്ക്ക് നിറഞ്ഞു കിടന്നെയാണ്. നന്നായിട്ട് ഹാഫ് വെന്തിട്ടുണ്ട്. ഇപ്പത്തേന് സൈസ് അളവ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം. എനിക്ക് തേങ്ങക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചിക്കൻ്റെ അകത്തും ചെറിയ തേങ്ങക്കൊത്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് മൂക്കണ്ട. ഇനിയിപ്പോ നമുക്ക് ഉള്ളിയൊക്കെ ഇടാറുണ്ടല്ലോ. അപ്പം ആ ഒരു പാത്രം ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാവുക. അതും ഓപ്ഷനിലാണ്. വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് ഞാനൊരു ചെറിയ സവാളയാണ് ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ചെറിയൊരു തക്കാളിയും കൂടി അതിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ഓപ്ഷനിലാണ്. വേണ്ടവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് തക്കാളി ഇല്ലാതെ തന്നെ ഉള്ളി മാത്രം ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാമേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം തക്കാളി ആഡ് ചെയ്താൽ മതി. നിർബന്ധമൊന്നുമില്ല. ഉള്ളി മാത്രം ഇട്ടാലും മതിയാവും. നമുക്ക് ഈ ഒരു ടൈമില് പാകത്തിന് മുളക് വേണമല്ലോ. നമ്മളൊരു പച്ചമുളകും ഒരു പച്ചമുളകും ഇട്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് പാകത്തിനുള്ള എരിവിനനുസരിച്ചുള്ള മുളക് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ചെറിയൊരു സ്പൂണ് മുളക് പൊടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ്. നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ. അപ്പൊ കുറച്ചുകൂടി ഉപ്പിന്റെ ആവശ്യമുണ്ട്. കുറച്ചുപ്പ് സവാളയൊക്കെ ഇട്ടുകൊണ്ട് കുറച്ചൊരു ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുത്ത് അടച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സവാളയും അതേപോലെ തന്നെ ഈ തക്കാളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ടായിരിക്കും. കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് നോക്കാമേ. അപ്പൊ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കാണാം. എല്ലാം നമ്മുടെ നേരത്തെ ഇട്ട സവാളയും അതേപോലെ തക്കാളി എന്തിനു പോലും കാണാനില്ല കേട്ടോ. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ നാടൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം.